ഗ്രാഫിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബേസിക് ഡെഫിനേഷൻ എന്താണ്, അതിലെന്തൊക്കെ ഏരിയസിലാണ് ആപ്ലിക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫൈനൈറ്റ് ഗ്രാഫ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞ ടേം നമുക്ക് അറിയാം, നമുക്ക് കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര എണ്ണം എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. സോ ഫൈനൈറ്റ് ഗ്രാഫ് ഇസ് എ ഗ്രാഫ് ദാറ്റ് ഇസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടീസസ് ആൻഡ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ വെർട്ടീസുകളും എഡ്ജസുകളുടെ കൗണ്ട് നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് ഇത്ര എണ്ണം, ഇത്ര വെർട്ടീസുകളിൽ ഇത്ര എഡ്ജസ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഇസ് കോൾഡ് എ ഫൈനൈറ്റ് ഗ്രാഫ്. ഇനി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ടേമിൻ്റെ മീനിങ് നമുക്ക് അറിയാം. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫൈനൈറ്റ് അല്ല, അല്ലെങ്കിൽ കൗണ്ടബിൾ അല്ല, നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രിസൈസ് ആയിട്ട് എണ്ണം പറയാൻ പറ്റില്ല. So a graph in which either the number of vertices or the number of edges or both is infinite. അപ്പോൾ ഒന്നുകിൽ നമ്പർ ഓഫ് വെർട്ടീസുകൾ ഇൻഫിനിറ്റ് ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻഫിനിറ്റ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റ് ആവുന്ന കേസുകളാണ് ഇൻഫിനിറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇൻഫിനിറ്റ് ഗ്രാഫിൻ്റെ പോർഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 4 സൈഡിലേക്ക് എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് പോവാം. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് കാണാം, പക്ഷേ ഈ ഒരു പോർഷൻ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഒരു പോർഷനാണ്. അപ്പോൾ വെർട്ടിക്സുകളുടെയും എഡ്ജുകളുടെയും കൗണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്ത് പറയാണ്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി പോകാൻ പറ്റുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടേംസ് ആർ ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി. ഇനിയിപ്പോൾ ഒരു വെർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ വി ഐ എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ്. ഇനി ആ വെർട്ടെക്സ് ഈ ഒരു എഡ്ജ് ഈ ജെയിൽ ഇൻസിഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ജെയിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയുന്ന ടേം എന്ത്, ദറ്റ് ഇസ് കോൾഡ് ഇൻസിഡൻറ്റ് വിത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഡ്ജസ് E2, E6 ആൻഡ് E7. E2 എന്ന് പറഞ്ഞ എഡ്ജ് ഇതാണ്, E6 എന്ന് പറഞ്ഞാൽ ഇതാണ്, E7 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 3 വെർട്ടെക്സുകളും എങ്ങോട്ടേക്കാണ് മീറ്റ് ചെയ്യുന്നത്, V4ലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ എൻഡ് വെർട്ടെക്സ് ഓഫ് ദി എഡ്ജസ് E2, E6 ആൻഡ് E7. അപ്പോൾ ഈ 3 എഡ്ജുകളും ഈ V4ൽ ഇൻസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദീസ് എഡ്ജസ് ആർ ഇൻസിഡൻ്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടെക്സിലേക്കുള്ള എഡ്ജസ് ആണ് ഈ പറഞ്ഞ E2, E6, E7. അപ്പോൾ അതാണ് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞ മീനിങ്. ഈ 3 എഡ്ജുകളും ഈ വെർട്ടെക്സിലേക്ക് കണക്ട് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മളതിനെ ദേ ആർ ഇൻസിഡൻറ്റ് വിത്ത് ദ വെർട്ടെക്സ് V4 എന്ന് പറയും. ഇനി നെക്സ്റ്റ് രണ്ട് നോൺ പാരലൽ എഡ്ജസ് എപ്പോഴാണ് നമുക്ക് അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ E2, E7 എടുത്താൽ പാരലൽ എഡ്ജസ് അല്ല. പാരലൽ എഡ്ജസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇത് രണ്ടുമാണ് പാരലൽ എഡ്ജസ്. അപ്പോൾ രണ്ട് സെയിം വെർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജസിനാണ് പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ E2, E7 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ നോൺ പാരലൽ എഡ്ജസ്. അപ്പോൾ ഇവരെപ്പോഴാണ് നമുക്ക് അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുക, ഇനി ഇവർ രണ്ടുപേർക്കും ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ അഡ്ജസൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ E2നും E7നും എന്തുണ്ട്, ഒരു കോമൺ വെർട്ടെക്സ് V4 ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് E2 ഈസ് അഡ്ജസൻറ്റ് ടു E7. അപ്പോൾ രണ്ട് എഡ്ജുകൾ അല്ലെങ്കിൽ രണ്ട് നോൺ പാരലൽ എഡ്ജുകൾ നമുക്ക് അഡ്ജസൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ നമുക്ക് രണ്ട് വെർട്ടെക്സുകൾ എപ്പോഴാണ് അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. നമ്മളിപ്പോൾ V4ഉം V5ഉം കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് V4 ആൻഡ് ദിസ് ഈസ് V5. അപ്പോൾ ഈ രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, ഇഫ് ദേ ആർ ദ എൻ വെർട്ടീസസ് ഓഫ് ദ സെയിം എഡ്ജ്. ഒരു എഡ്ജിൻ്റെ അപ്പുറയും ഇപ്പുറയും ഉള്ള ആൾക്കാരാണെങ്കിൽ ആ വെർട്ടെക്സുകൾ എന്തായിരിക്കും, അഡ്ജസൻ്റ് വെർട്ടീസുകളായിരിക്കും. അപ്പോൾ അഡ്ജസൻ്റ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തുണ്ടാവും, ഒരു എഡ്ജ് ഉണ്ടാവും. അപ്പോൾ E7ൻ്റെ ഒരു എൻഡാണ് V4, ഒരു എൻഡാണ് V5. So V4 and V5 are adjacent vertices because there is an edge E7 connecting V4 and V5. അപ്പോൾ ഈ രണ്ട് വെർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരും അഡ്ജസൻറ്റ് വെർട്ടീസുകളാണെന്ന് നമുക്ക് പറയാം. ഇനി V1ഉം V4ഉം എടുത്ത് നോക്കിയാലോ. V1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്, V4 എന്ന് പറഞ്ഞാൽ ഇത്. ഇവർ രണ്ടുപേരും നമുക്ക് അഡ്ജസൻ്റ് ആണോ, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ, ഇല്ല. സോ V1ഉം V4ഉം തമ്മിൽ ഇവിടെ എഡ്ജസ് ഒന്നും ഇല്ല. സോ ദാറ്റ് മീൻസ് V1 and V4 ആർ നോൺ അഡ്ജസൻറ്റ്. അപ്പോൾ രണ്ട് വെർട്ടിക്സുകൾ എങ്ങനെയാണ് അഡ്ജസൻ്റ് ആവുക, അതുപോലെ രണ്ട് നോൺ പാരലൽ എഡ്ജസ് എങ്ങനെയാണ് അഡ്ജസൻ്റ് ആവുക. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടാവണം. ഇനി അതുപോലെ രണ്ട് നോൺ പാരലൽ എഡ്ജസ് അഡ്ജസൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്കിടയ്ക്കൊരു കോമൺ വെർട്ടെക്സ് ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടൈമാണ് ഡിഗ്രി. അപ്പോൾ ഇൻസിഡൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് വരുന്നു അതാണ് അതിൻ്റെ ഇൻസിഡൻസ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്ജസ് എല്ലാം ഇൻസിഡൻറ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ V4. അപ്പോൾ അതിൻ്റെ കൗണ്ടാണ് നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ ദ വെർട്ടെക്സ് VI. അപ്പോൾ ഈ V4 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് ഇൻസിഡൻറ്റ് ആവുന്ന എത്ര എഡ്ജസ് ഉണ്ടോ അതിൻ്റെ കൗണ്ട്. ഇനി ഒരു അഡീഷണൽ കണ്ടീഷനുണ്ട്, വിത്ത് സെൽഫ് ലൂപ്സ് കൗണ്ടഡ് ട്വൈസ്. സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാണുന്ന ഒരു സെൽഫ് ലൂപ്പാണ്. അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് രണ്ട് കണക്ഷൻ ഉള്ള പോലെയാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുക. സ്റ്റാർട്ടിങ് ഒരു കണക്ഷൻ, എൻഡിങ് ഒരു കണക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് ലൂപ്പ് നമ്മൾ കൗണ്ട് 2 എടുക്കുന്നത്. ഇവിടുന്ന് ഒരു എഡ്ജ് പുറത്തേക്ക് പോയി, അവിടുന്ന് ഒരു എഡ്ജ് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓരോ വെർട്ടെക്സിനും നമുക്ക് ഡിഗ്രി പറയാൻ പറ്റും. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്ര എഡ്ജസ്, ആ വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് ഇൻസിഡൻറ്റ് ആവുന്നുണ്ടോ അതിൻ്റെ എണ്ണം.
അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് V4 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? ഇവിടെ 3 എഡ്ജുകൾ ഇൻസിഡൻ്റ് ആണെന്ന്. സോ ഡിഗ്രി ഓഫ് V4 ഈക്വൽ ടു 3. ഇനി ഇപ്പോൾ ഡിഗ്രി ഓഫ് V1 കൺസിഡർ ചെയ്താലോ? ഇവിടെ 1 2 3. V1ൻ്റെ ഡിഗ്രി 3 തന്നെ. അതുപോലെ V3 നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെയും 1 2 3. അപ്പോൾ ഡിഗ്രി ഓഫ് V3 ഈസ് ഓൾസോ ഈക്വൽ ടു 3. ഇപ്പോൾ V1ൻ്റെയും V3യുടെയും V4ൻ്റെയും ഡിഗ്രി 3 ആണ്. എന്ന് വെച്ചാൽ 3ലേക്കും ഈ 3 വെർട്ടെക്സുകളിലേക്കും 3 എഡ്ജസ് വീതമാണ് ഇൻസിഡൻ്റ് ആവുന്നത്. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് V2 നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതാണ് V2 എന്ന് പറഞ്ഞ വെർട്ടെക്സ്. അപ്പോൾ ഇതൊരു എഡ്ജ്, ഇത് രണ്ടാമത്തെ എഡ്ജ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് ലൂപ്പിന് നമ്മൾ എന്തായിട്ട് കൗണ്ട് ചെയ്യുന്നു? ദേ ആർ കൗണ്ടഡ് ട്വൈസ്. ഒരു എഡ്ജ് പുറത്തേക്കും ഒരു എഡ്ജ് ഉള്ളിലേക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 ആൻഡ് 4. അപ്പോൾ ഡിഗ്രി ഓഫ് V2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ ഡിഗ്രി ഓഫ് V5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടുന്ന് ഒരു എഡ്ജേ ഉള്ളൂ, അതുകൊണ്ട് 1. ഇനി ഡിഗ്രിക്ക് തന്നെ പറയുന്ന വേറൊരു പേരാണ് വാലൻസി. അപ്പോൾ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് വാലൻസി. ഇനി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നമ്മൾ പറയുന്നത് റെഗുലർ ഗ്രാഫ് അല്ലെങ്കിൽ സിംപ്ലി റെഗുലർ. അപ്പോൾ റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഡിഗ്രി എല്ലാം ഈക്വലായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഗ്രാഫ് നമുക്ക് റെഗുലർ ഗ്രാഫാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 വെർട്ടെക്സുകൾക്ക് ഡിഗ്രി 3 കിട്ടി. ഇത് രണ്ടും കൂടി 3 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് റെഗുലർ ഗ്രാഫാണെന്ന് പറയാൻ പറ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകൾക്കും സെയിം ഡിഗ്രി കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ റെഗുലർ ഗ്രാഫ്. ഇനി നെക്സ്റ്റ് ഈ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ഗ്രാഫ് G കൺസിഡർ ചെയ്യുന്നു. അതിൽ E എഡ്ജസ് ഉണ്ട്, N വെർട്ടീസസ് ഉണ്ട്. N വെർട്ടീസസിനെയാണ് V1 V2 എക്സെട്രാ അപ് ടു Vn വരെ നമ്മൾ നെയിം ചെയ്യുന്നത്. ഇനി ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രിയിലേക്ക് അത് 2 ടൈംസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമ്മൾ നോക്കിയേ, ഈ ഒരു എഡ്ജ് E5 എന്ന് പറഞ്ഞ എഡ്ജ് കൺസിഡർ ചെയ്താൽ V1ൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ E5നെ കൗണ്ട് ചെയ്യും. അതുപോലെ V3യുടെ ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ E5നെ കൗണ്ട് ചെയ്യും, അല്ലേ? അപ്പോൾ ഡിഗ്രിയുടെ കാൽക്കുലേഷനിൽ നമ്മൾ ഓരോ എഡ്ജിനെയും 2 പ്രാവശ്യം കൗണ്ട് ചെയ്യും. അത് ഏതെല്ലാം വെർട്ടെക്സുകൾ ഇൻസിഡൻ്റ് ആവണോ ആ 2 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി കാൽക്കുലേഷനിൽ അത് കൂട്ടും. അതായത് E5 എന്ന് പറഞ്ഞ എഡ്ജിനെ V1ൻ്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ 1 എടുത്ത് കൂട്ടും, V3യുടെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 1 ആയിട്ട് കൂട്ടും. അപ്പോൾ ഈ എഡ്ജിനെ നമ്മൾ ഡിഗ്രി വരുമ്പം 2 ആയിട്ടായിരിക്കും കൂട്ടുക. സോ സിൻസ് ഈച്ച് എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് 2 ഡിഗ്രീസ്. അപ്പോൾ ഒരു എഡ്ജ് ഇവിടെ ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും, ഇവിടെ ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ദ സം ഓഫ് the degrees of all vertices in G is twice the number of edges in G. അപ്പോൾ ഈ ഗ്രാഫിലെ ടോട്ടൽ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു എഡ്ജ് നമുക്ക് ഡിഗ്രിയിൽ 2 വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡിഗ്രിയുടെ ടോട്ടൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് നോക്കിയാൽ മതി. സോ സിഗ്മ മീൻസ് സമ്മേഷൻ. I ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 മുതൽ n വരെ വേരി ചെയ്യുക. ഞാൻ പറഞ്ഞു നേരത്തെ V1 മുതൽ Vn വരെ വെർട്ടിസുകളാണ് ഉള്ളതെന്ന് കരുതുക. സോ V1ൻ്റെ ഡിഗ്രി, അപ്പോൾ ഡി ഓഫ് വി ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് വി ഐ. ഫസ്റ്റ് I1 ആകുമ്പോൾ ഡിഗ്രി ഓഫ് V1, രണ്ടാമത് I2 ആകുമ്പോൾ ഡിഗ്രി ഓഫ് V2 പ്ലസ് ഡിഗ്രി ഓഫ് V2. സിഗ്മ ആയതുകൊണ്ട് പ്ലസ് ആഡ് ചെയ്ത് പോകും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് V3 പ്ലസ് ഡിഗ്രി ഓഫ് V4 പ്ലസ് ഡിഗ്രി ഓഫ് V5. എത്ര വെർട്ടിസുകളുണ്ടോ അത്രയും വരെ. അതാണ് ഈ സമ്മേഷൻ്റെ മീനിങ്. അപ്പോൾ സിഗ്മ മീൻസ് സിഗ്മ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസ് ഇരിക്കുന്നത്, അതായത് സമ്മേഷൻ എന്ന് പറയും. ഇനി ഡി ഓഫ് വി എന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ഇക്വേഷൻ അല്ല ടേം ഫോർ ഡിഗ്രി. ഡിഗ്രി ഓഫ് ബി ഐ എന്ന് പറഞ്ഞാൽ ഏതാണോ ith വെർട്ടെക്സ് അത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ എല്ലാ വെർട്ടെക്സും കൺസിഡർ ചെയ്യണം ഈ ഇക്വേഷനിൽ. I ഈക്വൽ ടു 1 to n വരെ പോകണം എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഫസ്റ്റ് വെർട്ടെക്സ് എടുക്കുക, സെക്കൻഡ് വെർട്ടെക്സ് എടുക്കുക, അങ്ങനെ nth വെർട്ടെക്സ് വരെ പോവാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് 5 വെർട്ടെക്സ് ആണുള്ളത്. സോ ഡിഗ്രി ഓഫ് V1 പ്ലസ് ഡിഗ്രി ഓഫ് V2 പ്ലസ് ഡിഗ്രി ഓഫ് V3 പ്ലസ് ഡിഗ്രി ഓഫ് V4 പ്ലസ് ഡിഗ്രി ഓഫ് V5. നേരത്തെ പറഞ്ഞതാണ് 1ന് 1 2 3 അതിൻ്റെ ഡിഗ്രി 3. ഇനി V2ന് 1 2 3 4 അതാണ് 4. ഇനി V3യുടെ കേസിലാണെങ്കിൽ 1 2 3 വന്നു. V4ൻ്റെ കേസിലാണെങ്കിലും 1 2 3 വന്നു. V5ൻ്റെ കേസിൽ ഒറ്റ എഡ്ജുള്ളൂ, ദാറ്റ് ഈസ് 1. ഈ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 + 4 7 + 3 10 + 3 13 + 1 14. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലൻ്റ് ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഇതിൽ നമുക്ക് എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5 6 7 7 എഡ്ജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ദി സം ഓഫ് ദ ഡിഗ്രി ഈസ് ഈക്വൽ ടു 14 കിട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. ഓരോ എഡ്ജും നമുക്ക് 2 വെർട്ടെക്സുകളിൽ ഇൻസിഡൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡിഗ്രി 2 വെർട്ടെക്സിൻ്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ എഡ്ജിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് 2 ഡിഗ്രീസ്. അപ്പം ഓരോ എഡ്ജും നമുക്ക് ഡിഗ്രിയിലേക്ക് 2 വീതം കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ 7 എഡ്ജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഡിഗ്രി എത്രയായിരിക്കും? 7 × 2 40. അപ്പോൾ അതാണ് ഈ റിസൾട്ട്.